ഇത് നീ ഒരുങ്ങിട്ടല്ലേ വീട്ടിൽ നിന്ന് വന്നേ? എടാ ശരിക്കും ഒരുങ്ങാൻ പറ്റില്ലടാ. ഇത് സമയം എത്രയാണെന്ന് അറിയോ? 12:30. നമുക്ക് പടത്തിന് പോകണം. നീ പെട്ടെന്ന് അങ്ങോട്ട് ഒരുങ്ങി. നീ ആദ്യം ആ സിബ് ശരിയാക്കുക, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പാ. ഇതൊന്നും ഇപ്പൊ ശരിയാണെന്നും പോകുന്നില്ല. അല്ല തന്നെ ഇവിടെ ഒന്നും ശരിയാകുന്നില്ല. എനിക്ക് വയസ്സ് എത്രയാണെന്ന് നീ ഇരിക്കുന്നത്? എനിക്കറിയത്തില്ല. അതെ, എനിക്ക് വയസ്സ് 30 ഈ വർഷം കല്യാണം നടത്തുകയെന്ന് പറഞ്ഞിട്ടാണ് നീ നിന്റെ സുഗുണം മാറ്റുകൊണ്ട് എന്നെ ചേർത്തത്. എന്നിട്ട് എന്തായി കാര്യം? ഞാൻ കുറെ പ്രൊഫൈൽ അങ്ങോട്ട് അയച്ചു തന്നായിരുന്നല്ലോ, നീ അവരെ വിളിക്കണമായിരുന്നു. നീ ഇപ്പൊ ഞാൻ വിളിക്കാത്തന്നെ കുഴപ്പം. നീ അയച്ചു തന്ന എല്ലാ പ്രൊഫൈലും ഞാൻ മെസ്സേജ് അയച്ചു നോക്കി. അവനേക്ക് റിപ്ലൈ തരണ്ടേ? എങ്ങനെ റിപ്ലൈ തരും? ഡിഗ്രിയും തോറ്റ് ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് നിന്നെ ആര് മൈൻഡ് ചെയ്യാനാ? ഇപ്പൊ എന്റെ കമ്പനിയുടെ കുഴപ്പം. നിങ്ങളുടെ കമ്പനിക്ക് മനുഷ്യന്മാരെ അല്ല വേണ്ടത്. നിങ്ങളുടെ കമ്പനിക്ക് മൊത്തം കച്ചവടം. അങ്ങനെയാണല്ലേ? നീ വല്ല ഡേറ്റിംഗ് ആപ്പിലും പോയി നോക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ ഡേറ്റിംഗ് ആപ്പിൽ നോക്കിയിട്ട് പെണ്ണ് കിട്ടാത്തതാണല്ലോ ഞാൻ നിങ്ങളുടെ ഊള സുഗുണം മാറ്റുകളിലേക്ക് വന്നത്. അതപ്പോ അതിന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാണ്. നിന്റെ ഊള കോലം ഒന്ന് മാറ്റിട്ടേ ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്, ചിലപ്പം വല്ല സെറ്റ് ആവുമായിരിക്കും. എന്റെ കോലത്ത് എന്താ കുഴപ്പം? ഇച്ചിരി കുടവയറും കുറച്ച് കഷ്ണി ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് മതിയല്ലോ. അതെ, എനിക്ക് ഫ്ലർട്ട് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, എനിക്ക് നല്ലൊരു ട്രോമ. എനിക്കറിയാമോ അതിനെ പറ്റിയിട്ട്? എനിക്കൊന്നും അറിയണ്ട. 12:30 നാ പോവാം. അതെ, ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലക്ഷ്മിയായിട്ട് നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് നടക്കുമ്പോൾ ഒരുമിച്ചിരുന്ന കുട്ടി ഉണ്ടാകുന്ന പറഞ്ഞ് വീട്ടുകാർ ഞങ്ങളെ പിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ 5 രൂപയ്ക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ കോഴിയാണെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനെ കളിയാക്കി. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കളിയാക്കി അവസാനം എനിക്ക് ഒരു പെണ്ണോട് ഇപ്പം മിണ്ടാൻ പോലും പേടിയായി. ഓ, എന്നിട്ട് ഇപ്പൊ എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നതോ? അതിനൊക്കെ ചെറുപ്പം തൊട്ട് അറിയാവുന്നുണ്ടല്ലോ. ഓ, അപ്പൊ ചെറുപ്പം തൊട്ട് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്. നിനക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്നതും ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ല ജോലിയുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിനെ ഒന്ന് ആലോചിച്ചാലോ? പക്ഷെ അങ്ങോട്ട് പെണ്ണാകണ്ടേ? അങ്ങനെ ഒരാളുണ്ടല്ലോ നിന്റെ ചുറ്റിലും, നീ ഒന്ന് ചുറ്റും നോക്ക്. ആളോട് ചുറ്റില്ലല്ലോ. എടേടെ പൊട്ടോ, വെറുതെ അല്ല നിനക്ക് ഒരു പെണ്ണ് സെറ്റ് ആവാത്ത. പോടാ, നിക്കടി, ആ ടിക്കറ്റ് തന്നിട്ട് പോകും.